കുരിശിലന്ന് നിന്റെ ജീവൻ ബലിയായി
ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം. സ്വന്ത രൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയത്തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു. 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 എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹ സമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഈ തിരുമണിക്കൂറിൽ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് ഇത്ര സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഓ നല്ല തമ്പുരാനെ, അങ്ങയുടെ കൂടെയായിരിക്കാൻ, അങ്ങ് ഞങ്ങളുടെ വിളിപ്പുറത്ത് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഏതാവശ്യങ്ങളിലും ഏത് അനർത്ഥങ്ങളിലും ഏത് അവസ്ഥകളിലും ഞങ്ങൾക്ക് ഓടിയണയാൻ ഒരു ദിവ്യകാരുണ്യമുണ്ട് എന്നത്, ദിവ്യകാരുണ്യനാഥൻ ഉണ്ട് എന്നത് ഞങ്ങൾക്ക് ഏറെ ആശ്വാസദായകമാണ്. എന്നും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ, ഞങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വരുവാൻ അങ്ങ് അനുനിമിഷവും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ സമീപിക്കുന്നവർക്ക് അങ്ങ് അനുഗ്രഹങ്ങൾ വാരി വിളമ്പുന്നു. ഈശോയെ, അതാണല്ലോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. ഞങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് ജീവിക്കുന്നത് തന്നെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്താൽ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലുണ്ട്. അങ്ങയെ സമീപിക്കുന്നവർക്ക് അങ്ങ് അനുഗ്രഹത്തിൻ്റെ മഹാമാരി ചൊരിയുന്നു. അത്ഭുത പ്രവർത്തകനാണ് അങ്ങ്. സകല സൃഷ്ടികളുടെ മേൽ അധിപനാണ് അങ്ങ്. അങ്ങറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങ് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആശ്രയവും ആലംബവും. അങ്ങിലാണ് ഞങ്ങൾ സർവ്വവും കണ്ടെത്തുന്നത്. ഈശോയെ, അങ്ങിൽ സർവ്വവും കണ്ടെത്തുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ മുമ്പിലടിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. അവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വന്ന് അങ്ങ് അനുഗ്രഹിക്കണമേ എന്നീ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൃതജ്ഞതാ നിർഭരായി തിരുമുമ്പിലായിരിക്കുന്നു.
നാഥ, നീയാണ് ശാന്തി നിലയം. നിന്റെ പാദാന്തികത്തിൽ ഞങ്ങൾ ധ്യാന നിർലീനതയെ മുഴുകിയിരുന്നാൽ അങ്ങയുടെ ദിവ്യാമൃതമായ ശാന്തി ഞങ്ങളുടെ ആത്മാവിനുള്ളിലേക്ക് ഒഴുകും. ധ്യാനം ഞങ്ങളുടെ ആത്മാവിൻ്റെ പ്രാണവായുവാണ്. ഞങ്ങൾക്ക് ശക്തി വേണം, പ്രകാശം വേണം. ഞങ്ങളുടെ താങ്ങും തണലും ഉണ്ടായാലേ അങ്ങയുടെ താങ്ങും തണലും ഉണ്ടായാലേ ഞങ്ങൾ വളരുകയുള്ളൂ. അങ്ങയുടെ പ്രസാദവരം ഞങ്ങളുടെ ആത്മാവിൻ്റെ ശീതളത്തണലാണ്. ധ്യാനത്തിൽ ഞങ്ങൾ അങ്ങയിലേക്ക് ആത്മീയ ദൃഷ്ടിക തിരിച്ച് ശ്രദ്ധാപൂർവം അങ്ങയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് അങ്ങിൽ നിന്ന് പഠിക്കാനുണ്ട്. ഞങ്ങളുടെ പാപങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് മതി വരുവോളം കണ്ണീരൊഴുക്കി കരയണം. അങ്ങേക്ക് നന്ദി ചൊല്ലി ദിനരാത്രങ്ങൾ തന്നെ അങ്ങയുടെ തിരുസന്നിധി ഞങ്ങൾക്കിരിക്കണം. ദിവ്യസക്രാരിക്ക് മുൻപിൽ കൈകൾ കൂപ്പി അങ്ങയെ വണങ്ങി ഭക്തിലഹരിയെ ഞങ്ങൾ ലയിച്ചു നിൽക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അങ്ങിൽ നിന്നും ചോദിച്ചു വാങ്ങുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ കൈ നിവർത്തി നിൽക്കും. നാമം ചൊല്ലി അങ്ങയെ ഞങ്ങൾ ശരണം വിളിക്കും. ജീവിതഭാരങ്ങൾ ഭാണ്ഡമാക്കി തലയിലേറ്റി വരുന്ന ഞങ്ങൾക്ക് അവ മുഴുവനും അങ്ങയുടെ തൃപ്പാദത്തിങ്കൽ ഇറക്കി വയ്ക്കണം. ഇങ്ങനെ 100,000 കാര്യങ്ങൾ കർത്താവേ, അങ്ങയുടെ മുൻപിൽ ധ്യാനലീനനായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട്. അവയെല്ലാം എണ്ണിപ്പറയാതെ തന്നെ അങ്ങേക്ക് അറിയുകയും ചെയ്യാം.
ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിഷ്ഫലങ്ങളാകുന്നു. പ്രാർത്ഥന ഞങ്ങൾക്ക് വിരസമായി തോന്നുന്നു. അങ്ങയുടെ മുൻപേ ധ്യാന നിർലീനനായി നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ പോലും ഞങ്ങൾ അശ്രദ്ധരാകുന്നു, നിദ്രാധീനരാകുന്നു. പലപ്പോഴും സ്വർഗീയ നിർജീവിയായ ധ്യാനത്തെ വിട്ട് മനുഷ്യ സഹവാസമാകുന്ന മരുഭൂമിയിലേക്ക് ഞങ്ങൾ ഓടിപ്പോകുന്നുവല്ലോ. അങ്ങയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ത്രസിക്കുന്നില്ല, അധരങ്ങൾ ചലിക്കുന്നില്ല, മനസ്സ് പ്രകാശിക്കുന്നില്ല. മനുഷ്യരോട് വാചാലമായി സംസാരിക്കുന്ന ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ മൗനിയും മന്ദബുദ്ധിയും ആയിരിക്കുന്നതിനെപ്പറ്റി ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. ധ്യാനം ഞങ്ങളുടെ ആത്മാവിൻ്റെ ജീവന് പരമപ്രധാനമാണെന്ന് ഞങ്ങൾക്കറിയാം. അറിവുണ്ടായിട്ടും അതിനെ ഉപേക്ഷിക്കുന്ന ഞങ്ങളുടെ മടിയെയും മന്ദതയെയും കർത്താവേ, അങ്ങ് കനിവാർന്ന് മാറ്റിത്തരണമേ. ഈശോയെ, പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ആസക്തി തരണമേ. ഞങ്ങളുടെ ഭക്തി അഭ്യാസങ്ങളുടെ കേന്ദ്രമാണത്. അനുദിനം വിശ്വസ്തമായി പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ബലഹീനത കൊണ്ടും മനസ്സുകേട് കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥന ഉപേക്ഷിച്ചു പോകുന്നു. ഈശോയെ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. ലൂക്ക 11:21. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. സ്നേഹനാഥനായ ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങളുടെ എല്ലാ വസ്തുവകകളെയും, പഠനവും ജോലിയുമായി ബന്ധപ്പെട്ട മേഖലകളെയും, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും വ്യക്തികളെയും അങ്ങയുടെ സംരക്ഷണത്തിന് കീഴിലാക്കണമേ. അത്യുന്നതനായ അങ്ങയുടെ സംരക്ഷണ കോട്ട ഞങ്ങൾക്ക് നൽകണമേ. എത്ര ശക്തന്മാരായാലും ആയുധധാരിയായ ഞങ്ങളുടെ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോഴും അങ്ങ് കാവൽ നിൽക്കുമ്പോൾ, അങ്ങയുടെ ദൂതൻ കാവൽ നിൽക്കുമ്പോൾ അതെല്ലാം സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ,
അങ്ങയുടെ സംരക്ഷണക്കോട്ട ഞങ്ങൾക്ക് ഓരോ നിമിഷവും പ്രദാനം ചെയ്യണമേ. തിരുരക്തത്തിൻ്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ ഓരോ വസ്തുവകകളെയും ഞങ്ങളുടെ ഓരോരുത്തർ ജീവിതങ്ങളെയും അങ്ങ് നിറച്ച് അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. യെശയ്യാ 8:18. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. യെശയ്യാ 8:18. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. യെശയ്യാ 8:18. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്താനങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി അങ്ങ് നിറയ്ക്കണമേ. ഞങ്ങൾ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളുമായി അങ്ങേ ശുശ്രൂഷിക്കട്ടെ. ഈശോയെ, ഞങ്ങളിൽ ഒരു കുഞ്ഞു പോലും തിന്മയുടെ ശക്തിക്ക് അകപ്പെടാതെ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും അങ്ങയിലായിരിക്കുവാൻ, ഓരോ കുടുംബത്തിലെ നാഥൻ അങ്ങ് മാത്രമായിരിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത്
വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഒന്ന് സാമുവേൽ 1:8. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? 1 സാമുവേൽ 1:8. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഒന്ന് സാമുവേൽ 1:8. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് നീ ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ എല്ലാ ദമ്പതികളെ സമർപ്പിക്കുകയാണ്. എല്ലാ ദമ്പതികളും പരസ്പര ഐക്യത്തിലും ധാരണയിലും സ്നേഹത്തിലും ജീവിക്കാൻ അങ്ങ് തന്നെ ഇടവരുത്തണമേ. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും വിട്ടുകൊടുത്തും സ്നേഹിച്ചും തന്നെ നൽകിയും ദമ്പതിമാർ സ്നേഹിക്കുമ്പോഴാണല്ലോ അവിടെ നല്ലൊരു കുടുംബം പൂവണിയുന്നത്. അവരുടെ സ്നേഹ സഹവാസത്തിലാണല്ലോ കുടുംബങ്ങൾ ഈശോയിലേക്ക് ഉയരുന്നത്. ഈശോയെ, എല്ലാ ദമ്പതികളിലും പരസ്പര ധാരണയും ഐക്യവും വളർത്തി അവരെ ഒരു ഹൃദയത്തിലേക്കും ഒരാത്മാവിലേക്ക് നയിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എല്ലാ ദമ്പതികളെയും അങ്ങയുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഗലാത്തിയ 1:5. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്തിയ 1:5. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവിടുത്തെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഗലാത്തിയ 1:15. ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. ഈശോയെ, എല്ലാ ഉദരസ്ഥ ശിശുക്കളെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ദാനമായ മക്കളെ ദൈവിക തേജസ്സ നിറയ്ക്കാനായിട്ട് ഈ വചനത്തിൻ്റെ അഭിഷേക ശക്തി അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മയെ കണ്ട എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാൻ കുതിച്ചു ചാടിയതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഓരോ ഉദരസ്ഥ ശിശുക്കളും പൂരിതരാകുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോയെ, ഏറ്റവും പ്രത്യേകമായിട്ട് അബോർഷൻ ചെയ്യുവാനൊക്കെ ആഗ്രഹിക്കുന്ന, അതൊക്കെ ചിന്തിക്കുന്ന, അതിനുവേണ്ടി തയ്യാറാകുന്ന എല്ലാ മാതാപിതാക്കളെ സമർപ്പിക്കുമ്പോൾ ഈശോയെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരമൊരു തിന്മയിൽ നിന്നും പിന്തിരിയുവാനായിട്ട് അത് ചെയ്യാനൊരുങ്ങുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങ് പിന്തിരിപ്പിക്കണമേ. ഒരു ശിശു പോലും, ഉദരത്തിൽ ജനിച്ച ഒരു ശിശു പോലും ഈ ലോകത്തിൽ ജനിക്കാതെ
മരിക്കുവാൻ അങ്ങ് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ഉദരസ്ഥ ശിശുവിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം സമർത്ഥമായി ചൊരിയപ്പെടുവാനായിട്ട് അങ്ങ് ഇടവരുത്തണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അങ്ങ് കുരിശു ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ ശിശുക്കളെയും അവരുടെ എല്ലാ മാതാപിതാക്കളെയും അങ്ങ് അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഈശോയെ, എല്ലാ ബാലിക ബാലന്മാരെയും അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ലൂക്ക 2:52 ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ലൂക്ക 2:52 യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോയെ, എല്ലാ ബാലിക ബാലന്മാരും അങ്ങേപ്പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് ബുദ്ധിയാൽ നിറയ്ക്കണമേ, ജ്ഞാനത്താൽ നിറയ്ക്കണമേ, അനുസരണവും അറിവും നൽകണമേ. ഈശോനാഥ,
അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാക്കി അവരെ മാറ്റണമേ. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ഈ ബാലിക ബാലന്മാർ അങ്ങയെ അറിഞ്ഞാൽ അവരുടെ ഭാവി കാലത്തും അങ്ങയെ ഉപേക്ഷിക്കുകയില്ല എന്ന തിരിച്ചറിവിൽ ഞങ്ങളായിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ എല്ലാ ബാലിക ബാലന്മാരെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. ഈശോനാഥ, വിവിധ പഠന മേഖലകളിലായിരിക്കുന്നവരെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. നെഹമിയ 9:20. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. നെഹമിയ 9:20. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. നെഹമിയ 9:20. അവിടുന്ന് തൻ്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകം ഉദിപ്പിച്ചു. ഈശോയെ, അങ്ങയുടെ ചൈതന്യമായ പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും വിവിധ പഠന മേഖലകളിലായിരിക്കുന്നവരിലേക്ക് അയച്ച് അവരിൽ വിവേകവും ബുദ്ധിയും ജ്ഞാനവും പരിശുദ്ധാത്മ ദാനങ്ങളുമെല്ലാം തഴച്ചു വളരുവാൻ അങ്ങ് അവർ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരെ ഓർപ്പിച്ചു കൊടുക്കണമേ. ഈശോയെ, അങ്ങിൽ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കരുതേ. ഈശോയെ, വിവിധ പഠന മേഖലകളിലായിരിക്കുന്ന എല്ലാ മക്കളെയും, അത് സ്വദേശത്തും വിദേശത്തുമൊക്കെയായി പഠനത്തിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയെ അങ്ങേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയുടെ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ എൻ്റെ പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ
ഈശോയെ, ഈ നിമിഷം അത്രയും തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മ ചൈതന്യം ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ തിരുരക്തത്താൽ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്തു. ഈശോയെ, എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരുന്നത്. ഈശോയെ, അഗാധമായ അങ്ങയുടെ സ്നേഹത്തെയും അനന്തമായ അങ്ങയുടെ കാരുണ്യത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതവേദികളിൽ കാവലായി, കരുത്തായി, തുണയായി അങ്ങ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. സ്നേഹത്തിൻ്റെ സുവിശേഷമാകുവാൻ, പ്രവാചകരാകുവാൻ, കാരുണ്യം വാരി വിളമ്പുന്നവരാകുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതവേദികളിൽ അങ്ങേ പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, ഇതെല്ലാം അങ്ങയുടെ സഹായം ഒന്നുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിവിൽ ഞങ്ങളായിരിക്കുന്നു. ജീവനും സ്നേഹവും കരുണയുമെല്ലാം ഞങ്ങളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന ഈശോയെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകല ആരാധനയ്ക്കും യോഗ്യനായ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചു വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ ഓരോ ശ്വാസത്തിലും അങ്ങ് വന്ന് നിറയണമേ. ഞങ്ങളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമെല്ലാം അങ്ങ് വന്നറിയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഈശോയെ, അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ സ്വന്തമാക്കട്ടെ. ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്ന വേളയിൽ സകല മലാഹമാരും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്ന ഈ വേളയിൽ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ അനുഗ്രഹം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലെല്ലാം ആശ്വാസമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.